ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് ഇത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. പോഡ്കാസ്റ്റിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ കാത്തിരിപ്പിൻ്റെ സുഖത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിന് ഇറ്റ്സ് ബീൻ വെരി ലോങ് യു ഗൈസ് ആർ വെയിറ്റിംഗ് ഫോർ മൈ എപ്പിസോഡ്സ്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് വന്നപ്പോൾ കാത്തിരുന്ന് കിട്ടിയപ്പോൾ ഒരു സുഖം ഒക്കെ തോന്നുന്നുണ്ടോ? എന്തായാലും ഇന്ന് അതിനെക്കുറിച്ചല്ല, എന്നാലും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാത്തിരിപ്പുകളെ കുറിച്ച് തന്നെയാണ് പറയാനായിട്ട് പോകുന്നത്. അതിനുമുന്നേ എന്തൊക്കെയാണ് വിശേഷം? നമ്മൾ കുറേ ആയാലും സംസാരിച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും, ഫാമിലി, ഫ്രണ്ട്സ്, എല്ലാവരൊക്കെ എന്താണ് പറയുന്നത്? ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുള്ളത് എൻ്റെ ലൈഫിലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലൈഫിലൊക്കെ നടത്തിയിട്ടുള്ളതോ അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്തതായിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസൊക്കെയാണ് ഞാൻ മിക്കപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എന്താ പറയുക, ആസ് യു ഓൾ നോ, ദിസ് ഈസ് ഓൾ അബൌട്ട് ലൈഫ്. സ്റ്റോറീസ് വിത്ത് അക്ഷയ് ഈസ് ഓൾ അബൌട്ട് ലൈഫ്. അതിൽ സ്നേഹം ഉണ്ടാവാം, പ്രണയം ഉണ്ടാവാം, സൗഹൃദം ഉണ്ടാവാം, സ്വപ്നങ്ങളുണ്ടാവാം, എല്ലാത്തിനും മുകളിലായിട്ട് നമ്മളെത്തിക്കുന്ന നമ്മൾ എല്ലാത്തിലേക്കും നമ്മളെത്തിക്കുന്ന ആ നമ്മൾ തന്നെ ഉണ്ടാവാം എന്നുള്ളത് എപ്പോഴും പറയുന്നൊരു ബുക്കാണ് ഈ ഒരു സീക്രട്ട്. ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡ്സായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് മെൻഷൻ ചെയ്യുന്നൊരു കാര്യമാണ് സീക്രട്ട് എന്നുള്ളത്. സീക്രട്ട് പറയുന്ന പോലെ നമ്മൾ ഉള്ളിൽ സ്വപ്നം കണ്ടിട്ട് അത് നടക്കും എന്ന പ്രതീക്ഷ വെച്ചിട്ട് ആ പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളതാണ്. നമുക്ക് സ്വപ്നങ്ങളിൽ തന്നെ തുടങ്ങാം. ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ ആ ഒരു സ്വപ്നം കണ്ട ലൈഫിലേക്കൊക്കെ എത്തിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട് എത്തിയിട്ടില്ല എങ്കിലും ഒരു 30% എങ്കിലും അല്ലെങ്കിൽ അതിലെത്തിക്കൊണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ എത്തുകയാണ് അല്ലെങ്കിൽ എത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വന്ന ശേഷം ചുമരിലിങ്ങനെ ഒരു ബോർഡൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കുറേ സ്റ്റിക്ക് ചെയ്ത് വെച്ച പല സ്വപ്നങ്ങളും ഇന്ന് ക്രോസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ ചിലതൊക്കെ ഇപ്പോഴും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്ര എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലേക്കുള്ള ഒരു കാത്തിരിപ്പാണല്ലേ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്കൂൾ ടൂർ പോകുന്ന സമയത്തൊക്കെ ആ ഒരു ഡേറ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പൈസയൊക്കെ കൊടുത്ത് അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറില്ലേ. ആ ഒരു സമയം ഇങ്ങനെ ആയി കിട്ടാനായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണി നീക്കാറാണ് നമ്മൾ എന്നുള്ളത്. അതുപോലെ ആ ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞു ആഗ്രഹങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്, ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താനുള്ള ഓട്ടത്തിലാണ് നമ്മൾ പലരും എന്നുള്ളത്. ആ കാത്തിരിപ്പിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിൽ പലരും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പ്രൊഫഷണലായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കോഴ്സായിരിക്കണം പഠിക്കുന്നത് എന്നൊന്നുമില്ല. അത് മേ ബി നമ്മൾ കരിയർ പ്ലാൻ ചെയ്തതിലുള്ള ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിലൊന്നും ബ്ലെയിം ചെയ്യാനായിട്ടല്ല ഞാനിന്ന് വന്നേക്കുന്നത്. എങ്കിൽ പോലും നമ്മളുടെ ഉള്ളിലൊരു ആഗ്രഹമില്ല, ആ ചൈൽഡ്ഹുഡ് ഡ്രീം അല്ലെങ്കിൽ ആ ഒരു ടീനേജ് ഡ്രീം, ഞാനിങ്ങനെയൊക്കെ ആവണമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെ, സമയം കിട്ടുമ്പോൾ എന്ന് ഞാൻ പറയുന്നില്ല, സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെ അതിലേക്കൊന്ന് ഇരുന്ന് നോക്കി ആ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള പ്രിപ്പറേഷൻസ് അത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്വപ്നം കിട്ടിക്കഴിഞ്ഞിട്ട് അതിലുണ്ടാവാൻ പോകുന്ന നമ്മുടെ സന്തോഷങ്ങളെ കുറിച്ചിട്ട്, അതിലുണ്ടാകുന്ന നമ്മുടെ മാറ്റങ്ങളെ പറ്റിയിട്ട് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയാറ്. നമ്മുടെ മൈൻഡിന് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, നമ്മളിലേക്ക് അത് എത്തിച്ചേരും എന്നുള്ളത്. ഞാൻ സീക്രട്ട് വായിച്ച ശേഷം ഇങ്ങനെ സ്വപ്നം കണ്ടൊരു കാര്യമായിരുന്നു ഒരു വലിയൊരു ഈവൻറ്റിൽ ഞാനിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് സ്പോട്ടിഫൈ കൊച്ചിയിൽ നടത്തിയ ആ ഒരു ഈവൻറ്റിൽ പാനലിസ്റ്റായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യണം. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ വീട്ടിലും ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ നിൽക്കുന്നു എന്നുള്ളത്. അമ്മേനോടോ പാർട്ട്ണറിനോടോ ഒക്കെ എത്ര വട്ടം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, ഇതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത്. പിന്നീട് ഓരോ ആൾക്കാർ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു എവറിത്തിങ്. ഈവൻ ലാസ്റ്റ് ഡേ എൻ്റെ കമ്പനിയുടെ CMO എനിക്ക് ഇങ്ങനെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് എൻ്റെ കൂട്ടി ഡ്രസ്സ് എടുക്കാൻ പോയതും എന്നെ പ്രിപ്പയർഡ് ആക്കാനായിട്ട്, എന്നെ കോൺഫിഡൻ്റ് ആക്കാനായിട്ട് അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഐ വാസ് ലൈക്ക് ആ ഒരു ഈവൻറ്റ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഹാപ്പിനെസ് ഞാൻ പലരിലും കണ്ടു എന്നുള്ളതാണ്. അതായത് എന്നേക്കാൾ കൂടുതൽ ഹാപ്പിനെസ് ഞാൻ എൻ്റെ ഫാമിലിയിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും എല്ലാവരുടെ ഇടയിലും കണ്ടു എന്നുള്ളത്. ആ ഒരു സന്തോഷം, ആ അഭിമാനമൊക്കെ കണ്ടു എന്നുള്ളത്. പിന്നീട് ആ ഒരു ഡേ എത്തിക്കിട്ടാനുള്ള ആ ഒരു കാത്തിരിപ്പ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് എന്തൊക്കെയൊക്കെ ചെയ്തുകൊണ്ട് ഫെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ ഒരു മൊമെൻറ്റ്, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ്, സ്വപ്നങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആകാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു കാത്തിരിപ്പും വെറുതെ ആവില്ല എന്ന് നമ്മൾ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഒരു കാത്തിരിപ്പും വെറുതെ ആവില്ല എന്നത് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ലപോലെ റിലേറ്റബിൾ ആവാനായിട്ട് ചാൻസ് ഉണ്ട്.
നമുക്കറിയാലോ അല്ലേ, എത്ര മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ അത്രയും സ്നേഹവും എന്താ പറയുക, ആ ഒരു കാത്തിരിപ്പാണ്. ഇത് ടിക്കറ്റ് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ, ഇതെങ്കിൽ വരികയാണെന്നൊക്കെ പറയുമ്പോൾ, എല്ലാം അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് എത്തുകയാണെന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീനെ കാണാനോ എല്ലാം എന്താണ് ഒരു ദിവസവും ആ ഒരു ദിവസങ്ങളൊക്കെ എണ്ണി തീർക്കാന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ വേറെ തന്നെയാണ്. സങ്കടമൊക്കെ വരും, എന്ത് തീരാത്തത് ഇങ്ങനെ ആലോചിച്ചിട്ട് ലാസ്റ്റൊക്കെ ആകുമ്പോൾ തീരെയില്ല എന്നുള്ളത്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ബോണ്ട് സ്ട്രോങ് ആകാനോ അല്ലെങ്കിൽ നമ്മളെ തന്നെ കണ്ടെത്താനോ നമ്മൾക്കിടയിൽ ആ ഒരു കണക്റ്റിംഗ് പോയിന്റ്, ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലേക്ക് തന്നെ വരാം. നമ്മൾ അവരെ ഒന്ന് കാണാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കാറുണ്ടല്ലേ. ചിലപ്പോൾ പെട്ടെന്ന് തോന്നുമ്പോൾ വരാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പല വീഡിയോ കോൾസിലേക്ക് ഇങ്ങനെ പൊട്ടിക്കരയാറുണ്ട്. ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ, ഒന്ന് നെഞ്ചോട് തെറിച്ച് പിടിക്കാനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ട് അന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വീട്ടിൽ വന്നിട്ട് അമ്മയോടും അച്ഛനോടൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസ് അത് അടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ്, നമ്മൾ ഓരോന്നും പങ്കുവെക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അതിലൊരുപാട് സന്തോഷങ്ങൾ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അടുത്തുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മൊമെൻറ്റ്സൊക്കെ ഓർത്ത് വീണ്ടും ചെറിഷ് ചെയ്യുന്നതും, വെറുതെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കടിക്കുന്നതും, അതോറിറ്റി കാണിക്കുന്നതും, പോസിറ്റീവ്നെസ്സും എല്ലാം എന്നാണ് നമ്മൾ ഡെയിലി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. അവർ വരുന്ന ദിവസം നമുക്ക് ഉറക്കം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവരൊന്ന് പോയി കാണാനായിട്ട് അല്ലെങ്കിൽ കാത്തിരുന്ന് നിൽക്കുന്നതും എന്താണ് ആ ഒരു മൊമെൻറ്റ്സൊക്കെ ഭയങ്കര ഫിൽമാണ്, പ്യൂർ സിനിമയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വിട്ടു പോകുമ്പോഴുള്ള ആ ഒരു കരച്ചിൽ പോലെയോ അല്ലെങ്കിൽ ഓക്കെ അത് സങ്കടം കൊണ്ടാണ് എങ്കിൽ പോലും ഇത് സന്തോഷം കൊണ്ടും നമ്മളെ കണ്ണും മനസ്സോടും ഇങ്ങനെ നിറയുന്നുണ്ടാവും എന്നുള്ളത്. ലീവൊക്കെ കഴിഞ്ഞ് അവർ പോകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. പിന്നെ കിടന്നിട്ട് ഉറക്കവും വരില്ലേ, കുറച്ച് ദിവസങ്ങളിങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരിക്കും എന്നുള്ളത്. പിന്നെ മെല്ലെ നമ്മളത് വീണ്ടും അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ ഓരോ മൊമെൻറ്റ്സും ആസ്വദിക്കും എന്നുള്ളത്. അവർ വന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ സ്വപ്നങ്ങൾ കാണും എന്നുള്ളത്, അത് ഷെയർ ചെയ്യുന്നു എന്നുള്ളത്. ഇത് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ മാത്രമല്ല കേട്ടോ പറയണേ. നമ്മൾ ഈവൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും നമ്മൾക്ക് വീണ്ടും വീട്ടിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ വർക്കും ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവരെ കാണുമ്പോൾ, നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ പാരൻസിനെയൊക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ഏതൊരു കാത്തിരിപ്പിനും അതിനേതായ സുഖമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ വല്ല അവസാനിപ്പിക്കുകയാണ്. ഈ കാത്തിരിപ്പ് അത് സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ളതാവട്ടെ, പ്രണയങ്ങൾക്ക് വേണ്ടിയുള്ളതാവട്ടെ, എന്തും ആവട്ടെ, എല്ലാം നമ്മളായി തന്നെ ആസ്വദിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും പറ്റട്ടെ എന്ന് ഹൃദയം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ.